ഇതിൻ്റെ ഒരു റെഗുലേഷൻസ്, ലൈസൻസിങ്, ഇങ്ങനത്തെ ഒരു ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ഹൗ ഗുഡ് ഈസ് കേരള കമ്പയർ ടു രാജസ്ഥാൻ? എങ്ങനെയാണ് ആ ബ്രാൻഡിനെ മലയാളികൾ അക്സെപ്റ്റ് ചെയ്തത് കൂടുതലും? ഇപ്പം നമ്മൾ രാജസ്ഥാനിലൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ മലയാളികൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി കോൺഷ്യസ് ആണ്. ബ്ലൂ കോളർ ടു വൈറ്റ് കോളേഴ്സ് എല്ലാവരെയും ഹയർ ചെയ്യുന്നുണ്ടല്ലോ. ഹൗ ഇസ് ദ ഹയറിംഗ് പ്രോസസ് ഇൻ കേരള? പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഇത് പക്ക ജെന്റിൽമാൻ ആൾക്കാരായിട്ട്. കളമശ്ശേരി അപ്പോളോ സ്ഥാനത്ത് ശരിക്കും BMW ആയിരുന്നു വരേണ്ടത്. ബിക്കോസ് ഇവർ പഠിക്കുന്നു, വിദേശത്ത് പോകുന്നു. ഇത് വലിയൊരു പ്രശ്നമായിട്ട് വരും ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും. അതെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്, ഡൂയിങ് ബിസിനസ് ഇൻ കേരള. സോ നമ്മുടെ ഗസ്റ്റ് അജിത്തേട്ടനാണ്. ഹായ് അജിത്തേട്ട. ഹായ് അറുമൽ. അജിത്തേട്ട ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ അജിത്തേട്ടൻ്റെ ബിസിനസ്സായ പെയിൻറ്റിനെ പറ്റിയാണ് കൂടുതൽ സംസാരിച്ചത്. അതെ. ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നതിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് വ്യാപ്തിയിൽ സംസാരിക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ. ആൻഡ് അജിത്തേട്ടനായിരിക്കും പെർഫെക്റ്റ്, ബിക്കോസ് അജിത്തേട്ടൻ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യു നോ ദ ഡിഫറൻസസ്, റൈറ്റ്? ഓക്കെ. സോ അജിത്തേട്ട എത്ര വർഷമായി കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? കേരളത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം 8 years കംപ്ലീറ്റ് ആയി. ഓക്കെ. എങ്ങനെയുണ്ട് ബിസിനസ് ഇതുവരെ? നന്നായിട്ടുണ്ട്. കമ്പയർഡ് ടു നോർത്ത് എന്താണ് ഇവിടുത്തെ ഒരു മൊത്തത്തിൽ ഒരു എൻവയോൺമെന്റിൽ മനസ്സിലായത് ചേട്ടന്? നോർത്തിനെ കമ്പയർ നോക്കുമ്പം ഞാൻ പറയുന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണെങ്കിൽ, ഇപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരാണ് അതിനെ നല്ല രീതിയിൽ കൈകൊണ്ടെടുക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടി കേരള ഇസ് എ ടെസ്റ്റിംഗ് മാർക്കറ്റ് ഫോർ ഓൾ ദ കമ്പനീസ്. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി കോൺഷ്യസ് ആൾക്കാരാണ്. അതിപ്പോൾ ചെറിയ കമ്പനി എന്നോ അല്ലെങ്കിൽ ബ്രാൻഡിങ് പ്ലെയേഴ്സ് അവർ നോക്കത്തില്ല. അവർക്ക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് അവർ തീർച്ചയായിട്ടും അതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു എൻകറേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു കമ്പനിക്ക് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന പുതിയൊരു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് കേരളത്തിലുള്ളത്. എക്സാക്ട്ലി. ഓക്കെ. കേരളം ഇറ്റ്സ് വെരി ഗുഡ് മാർക്കറ്റ്. അജിത്തേട്ടൻ്റെ പെയിന്റിനെ പറ്റി ഒന്ന് ചോദിക്കാം. അജിത്തേട്ടൻ്റെ പെയിന്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ ഒരു പുതിയൊരു ബ്രാൻഡായിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ബർജർ ആണെങ്കിലും ഏഷ്യൻ പെയിന്റ്സ് ആണെങ്കിലും അജിത്തേട്ടൻ്റെ മേക്ക് ഓവർ ആണെങ്കിലും എല്ലാത്തിനും കോമ്പോസിഷൻസ് ആർ സെയിം, ഓൾമോസ്റ്റ് കെമിക്കൽ കോമ്പിനേഷൻസ് ആർ സെയിം. സോ യു ഹാവ് എ ബ്രാൻഡ്, ദാറ്റ്സ് ഓൾ യു ഹാവ്, റൈറ്റ്? അപ്പം എങ്ങനെയാണ് ആ ബ്രാൻഡിനെ മലയാളികൾ അക്സെപ്റ്റ് ചെയ്തത് കൂടുതലും? ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതെ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ട്രബിൾസ് എപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ പയ്യെ നമ്മുടെ സാധനം കൊടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കസ്റ്റമർ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഡീലേഴ്സ് ആണെങ്കിൽ അത് കുറച്ച് മടിക്കും എടുക്കാൻ വേണ്ടി. പക്ഷേ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേന് തീർച്ചയായിട്ടും അത് ക്വാളിറ്റി ആൾക്കാർ ചോദിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതെ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് അവർക്ക് മനസ്സിലാവുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ആ പയ്യെ ഗ്രാജുവൽ ആയിരിക്കും. ഈ പ്രോസസ് ഇസ് നോട്ട് ഒരുമിച്ച് സ്റ്റാർട്ട് ആവുമല്ല, ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് തന്നെ മുമ്പോട്ട് സ്പ്രെഡ് ആവും. ഓക്കെ. പിന്നെ നിഷ് മാർക്കറ്റാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇപ്പം ഏഷ്യൻ പെയിന്റ്സ് അല്ലെങ്കിൽ ബർജർ കൊടുക്കുന്ന പോലെ എല്ലാ കടയിലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു പോക്കറ്റ്സിനകത്ത് അത് ഇപ്പം ഒരു സിറ്റിക്കകത്ത് 1-2 കടകൾ അങ്ങനെ വെച്ചിട്ട് 400-500 ഡീലേഴ്സ് ഉണ്ട് നമുക്ക്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അജിത്തേട്ടൻ നമ്മുടെ പഴയ പോഡ്കാസ്റ്റിൽ അതാരും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ടു വാച്ച് ഇറ്റ്. അപ്പോൾ അതിനകത്ത് അജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വില കൂടിയ പ്രൊഡക്ട്സ് വാങ്ങുന്നത്, പെയിന്റ് ലൈക്ക് എക്സ്പെൻസീവ് പെയിന്റ്സ് വാങ്ങുന്നത് കൂടുതലും മലയാളികളാണ് കമ്പയർ ടു നോർത്ത് ഇന്ത്യൻസ്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു യുണീക് ബൈങ് എക്സ്പീരിയൻസ് എന്താണ് അജിത്തേട്ടന് തോന്നിയിട്ടുള്ളത് മലയാളികളുടെ? യുണീക് ബൈങ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ മലയാളികൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി കോൺഷ്യസ് ആണ്. ഇപ്പം നമ്മുടെ ഫാക്ടറി പോലും അതെ ചില ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഓട്ടോറിക്ഷക്കാർ വരുമ്പോൾ ചോദിക്കുന്നതിന് നല്ല സാധനമുണ്ടോ, നല്ല സാധനം മതി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതല്ലാതെ ചീത്ത വിലക്കുറവെന്നുള്ള കാര്യം അവർ പറയാറില്ല. അവർക്ക് ബെസ്റ്റ് ക്വാളിറ്റി വേണം, എക്സ്റ്റീരിയർ മെഷീനായിരിക്കും വേണ്ടത്, അതായിരിക്കും അത് തടിക്കുന്നത്. സോ ആ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അന്നേരം ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ ഓവറോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് വെരി ഹൈ. ബിക്കോസ് അങ്ങനെ പർട്ടിക്കുലർ സിറ്റി ഏതാണ് വില്ലേജ് എന്നാണ് അത് സെപ്പറേഷൻ ഇല്ല ഇവിടെ. പിന്നെ ആൾക്കാർക്ക് ഒരു ഇൻഡിവിജ്വൽ ഒരു 10 സെൻറ്റ് 5 സെൻറ്റുള്ള വീടായിരിക്കും, അതിനകത്തൊരു ബൗണ്ടറി കാണും. ആ ബൗണ്ടറി ഇപ്പം നമ്മൾ പെയിന്റ് അടിക്കുമ്പം ആ കോമ്പൗണ്ട് പോലും പെയിന്റ് അടിക്കും. അതെല്ലാം അടിക്കുന്ന ഹയർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, ആൽഗൈൻ ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി കൺസപ്ഷൻ കൂടുതലും. പിന്നെ പർച്ചേസിങ് പവർ ഇറ്റ്സ് വെരി ഹൈ. ബിക്കോസ് അതിൻ്റെ ഒരുപാട് അറിയാമല്ലോ, ആരോപണം അറിയാം. അപ്പം ഫോറിൻ ഫണ്ട്സ് ഉണ്ട്, പിന്നെ ക്യാഷ് ക്രോപ്പ് ഒരുപാട് ഉള്ള സ്ഥലമാണ്. 3 times ഒക്കെ നമുക്ക് കൾട്ടിവേഷൻ കിട്ടുന്നുണ്ട് പലയിടത്തും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാരുടെ റിച്ചർ സ്റ്റേറ്റ്. ഒരു കൾച്ചറൽ ഡിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഇത് ചെയ്യുന്നുണ്ടോ കളർ ഷെയ്ഡ്സിലും അതിൻ്റെ മെറ്റീരിയൽ അങ്ങനെയൊക്കെ?
കളർ ഷെയ്ഡ്സിനകത്ത് കുറച്ചുകൂടി യൂണീക്ക് ആയിട്ട് വൈബ്രന്റ് ആയിട്ട് കളേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ. അതൊരു ട്രെൻഡാണ്. ചില സമയത്ത് വൈറ്റ് ആയിരിക്കും കോമ്പിനേഷൻസ്, ചില സമയത്ത് കളറിന്റെ ട്രെൻഡ് വരാറുണ്ട്. പക്ഷെ മോറോളസ് ഇപ്പൊ തമിഴ്നാടിന്റെ ഒരു വൈബ്രന്റ് കളർ യൂസ് ചെയ്തില്ല, ഭയങ്കര അങ്ങനത്തെ കളേഴ്സ് കേരള യൂസ് ചെയ്തില്ല. നമുക്ക് ഓൾ കേരള നമുക്ക് 500+ ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ലോജിസ്റ്റിക്സിനൊക്കെ കേരളത്തിലെ റോഡുകളും എല്ലാം കമ്പാറ്റബിൾ ആണ്. ഐ മീൻ ഇപ്പോൾ പുതിയ മെച്ചന്റെ പണി നടക്കുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു 8 വർഷത്തെ നോക്കുകയാണെങ്കിൽ ഹൗ ഈസ് ദ ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ, ഹൗ ഈസി ഈസ് ഇറ്റ്? ഈ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ വെളിയിൽ നിന്നുള്ള വണ്ടികൾ പിടിക്കുമായിരുന്നു, അല്ലെങ്കിൽ ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ട്രക്ക് തന്നെ ഹയർ ചെയ്യുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒക്കെ ഫീസിബിലിറ്റി വരുന്നില്ല, അത് ടൈംലി നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ കേരള ഇസ് എ സ്മോൾ സ്റ്റേറ്റ് ആസ് കമ്പയർഡ് ടു രാജസ്ഥാൻ ഓർ എനി അതർ സ്റ്റേറ്റ്സ്. സോ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കുറച്ചുകൂടി ഡിമാൻഡിങ് ആണ്. ഇന്നാളെ തന്നെ കിട്ടുമോ? ബിക്കോസ് ഈവൻ രാജസ്ഥാനിൽ നമ്മളിപ്പം കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഇവിടുന്ന് ജോധ്പൂരിലേക്കോ അല്ലെങ്കിൽ ഉദയപൂരിലേക്കോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ടൈം പീരിയഡ്സ് ഉണ്ട്. ഒരു 3 days 4 days വെച്ചിട്ട് അവർക്ക് അറിയാമോ അത് എടുക്കുന്നുള്ളത്. പക്ഷേ ഇവിടെ നെക്സ്റ്റ് ഡേ തന്നെ വേണം. ബിക്കോസ് അതെന്നു വെച്ചാൽ ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സും ബർജർ ആണെങ്കിലും അതെ, അവർ നെക്സ്റ്റ് ഡേ ഡെലിവറി കൊടുക്കാറുണ്ട്. അങ്ങനെ ഇഷ്യൂസ് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ ഡിഫറെൻറ്റ് ഡിപ്പോസ് സ്റ്റാർട്ട് ചെയ്തു, 3-4 ഡിപ്പോ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡിപ്പോയിൽ സാധനം വെക്കും, അവിടുന്ന് ഓർഡർ വരുന്ന അവിടെ നമ്മുടെ സ്വന്തം വണ്ടികൾ കാണും, ട്രക്സ് കാണും, അല്ലെങ്കിൽ മറ്റേ ചെറിയ വണ്ടികൾ കാണും. അത് വെച്ചിട്ട് നമ്മൾ ഡെലിവറി ചെയ്യും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു 70% കേസിനകത്ത് നമ്മൾ നെക്സ്റ്റ് ഡെലിവറി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ ജോഗ്രഫിക് കണ്ടീഷൻ നോക്കിയാൽ നമുക്ക് പുഴയുണ്ട്, കടലുണ്ട്, ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. സോ വി ഹാവ് ഓൾ കൈൻഡ് ഓഫ് ലൈക് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഫ്രം കോൾഡ് ടു ഹോട്ട്, ഹ്യൂമിഡിറ്റി എല്ലാം ഉള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡിപ്പോസ് ഓരോരുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ജോഗ്രഫിക്കൽ കണ്ടീഷൻസിൻ്റെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ജോഗ്രഫിക്കൽ കണ്ടീഷനായിട്ട് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഇടുക്കിയിൽ പോയിട്ടോ അല്ലെങ്കിൽ വയനാട് പോയിട്ട് തുറക്കത്തില്ലല്ലോ. ബിക്കോസ് നമ്മൾ തുറക്കുന്നത് കാലിക്കറ്റ് തുറക്കും, അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ, ഒറ്റപ്പാലം, അടൂർ, അങ്ങനെ പല പല സ്ഥലത്ത്, എറണാകുളം, അങ്ങനെയൊക്കെ സ്ഥലത്തല്ലേ തുറക്കത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ വലിയ ഡിഫിക്കൽട്ടീസ് ഇല്ല. ഓക്കെ, നമുക്കൊരു ഇതിൻ്റെ ഒരു റെഗുലേഷൻസ്, ലൈസൻസിങ്, ഇങ്ങനത്തെ ഒരു ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ഹൗ ഗുഡ് ഈസ് കേരള കമ്പയർ ടു ലൈക്ക് രാജസ്ഥാൻ? ബേസിക്കലി അങ്ങനത്തെ ഇഷ്യൂസ് അരോമൽ ഇപ്പം ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഭയങ്കര വെൽക്കമിങ് ആണ്. ഇപ്പം എന്നാ വെച്ചാൽ കേരള ഇസ് വെൽക്കമിങ് ടു ഓൾ ദ ഓൺടർപ്രന്യൂർസ്. അവർ വന്നിട്ട് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം മിനിസ്റ്റർ ആണെങ്കിലും അതെ, രാജീവ് മിനിസ്റ്റർ ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈ ഗവൺമെൻറ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഓവറോൾ ആയിട്ട്. അന്നേരം അങ്ങനെ വലിയ ഇഷ്യൂസ് ലൈസൻസിങ് ആയിട്ട് അല്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഓവറോൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. അത് വേറെ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്, അത് മാറാനുണ്ട്. ബാക്കി ഇറ്റ്സ് ഗുഡ്. ഈ അതിന്റെ ഒരു പുതിയൊരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ കണ്ണൂര്, അപ്പോൾ അതിന്റെയൊക്കെ ലൈസൻസിങ് കാര്യങ്ങളെല്ലാം വളരെ വളരെ സ്മൂത്ത് ആയിരുന്നു. ഇത് ലൈസൻസിങ് എല്ലാം സ്മൂത്ത് ആയിരുന്നു. പക്ഷേ ഇലക്ട്രിസിറ്റിയാണ് ചെറിയൊരു ഇഷ്യൂ. അതിനകത്ത് കുറച്ച് ഇപ്പം നമ്മൾ രാജസ്ഥാനിലൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ മെഷീൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി അതിൻ്റെ കണക്റ്റഡ് ലോഡൊക്കെ കഴിഞ്ഞിട്ടേ ഇലക്ട്രിസിറ്റി കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളൊരു അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 400 kVA ഇലക്ട്രിസിറ്റി വേണം. അതിന് വേണ്ടിയുള്ള സബ്സ്റ്റേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ഫാക്ടറിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടും അത് കിട്ടാൻ വേണ്ടി മെഷീൻ വന്നു കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ. ബിക്കോസ് അതിപ്പം മെഷീൻ വരുന്ന മുമ്പ് അവർക്ക് പിന്നെ ഇലക്ട്രിസിറ്റി തന്നിട്ട് മെഷീൻ വന്നു കഴിഞ്ഞ് നോക്കിച്ചാൽ പോരെ എത്ര റൺ ആവുന്നുണ്ടോ, അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കമ്മീഷനിങ് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടല്ലേ? ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ ഇപ്പം നമ്മൾ മെഷീൻ വന്നു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി ട്രാൻസ്ഫോമേഴ്സും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ആയി. പക്ഷെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി അത് ഇനി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കും സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ ഹോളിൽ ലൈക്ക് ഒരു 100 kW മേലുള്ളതാണ് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ നോർമലി HD ലൈൻ ആവുകയും ചെയ്യും. പിന്നെ അതിന്റെ കണക്ഷൻ ഇൻസ്പെക്ടറേറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 3-4 months എടുക്കും അല്ലേ. ലൈക്ക് ശരിക്കും 4 months ആ മെഷീൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഒന്നാ അറിയാലോ, അത് ഒരു ഔട്ട്ഡോറിലാണ് നമ്മുടെ മെഷീൻസ് ഇരിക്കുന്നത്. അപ്പോൾ ശരിയാണ്, ഇലക്ട്രിസിറ്റിയുടെ കേസിൽ ഭയങ്കര സ്ലോ ആണ്. കുറച്ചുകൂടെ പ്രോസസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ ഫാസ്റ്റ് മാത്രമല്ല കുറച്ചുകൂടെ പുതിയ ബാക്കി സ്റ്റേറ്റ്സ് എന്താ ചെയ്യുന്നത് അതിനൊന്ന് നോക്കിയിട്ട് അതിനെ സ്റ്റഡി ചെയ്തിട്ട് നമ്മളിപ്പം ഒരു കൺട്രി ഡെവലപ്പ് ആകുമ്പോൾ മറ്റേ കൺട്രി ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ ഡെവലപ്ഡ് കൺട്രിയെ ആൾക്കാർ വിട്ടിട്ട് അവിടെ തന്നെയാണ് അവർ ചേഞ്ചസ് ചെയ്തേക്കുന്നത്. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെ ഈസി ഗോയിങ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്, അതൊക്കെ ഒരു ഓൺടർപ്രനറിന് വേണ്ടി എപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുമ്പം അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ആവുന്നത്. അങ്ങനെ ആകുമ്പം അവരുടെ ആ ഫണ്ട് അതിനകത്ത് 3-4 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പം നമുക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്നോ കണ്ടിട്ടായിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതൊക്കെ
ഹിറ്റ് ആവുകയുള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ളത്. ഓക്കെ. ഈ നേരെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും സ്കീംസ്, ഇപ്പോൾ KSFT പോലുള്ള സ്കീംസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സ്കീംസ് ഐത്തേട്ടന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഐത്തേട്ടൻ്റെ ബിസിനസ്സിനെ വെച്ച് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? എനിക്ക് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പം നമുക്കൊരു ലോണോ കാര്യങ്ങളോ നമ്മൾ മേടിച്ചിട്ടില്ല ഇവിടുന്ന്, ബിക്കോസ് ഓൾറെഡി നമുക്ക് ലിമിറ്റ്സ് ഒക്കെ രാജസ്ഥാനിൽ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല, ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു ഓൺടർപ്രണറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കടക്കാർക്ക് വേണ്ടി നല്ലത് കഴിഞ്ഞാൽ ഇവിടുത്തെ KSFE ആണ്. ഈ ഒരു മോഡൽ ഇപ്പം രാജസ്ഥാനകത്തോ അല്ലെങ്കിൽ KSFE ചിട്ടി, ബിക്കോസ് ഇങ്ങനൊരു ഇൻവെസ്റ്റിംഗ് മോഡൽ വേറൊരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു കാര്യത്തില്ല. ദാറ്റ് മീൻസ് കേരള ഗവൺമെന്റ് റൺ ചെയ്യുന്നു, അതിനകത്ത് 9,000+ ആൾക്കാർക്ക് ജോലി KSFE കൊടുക്കുന്നു, 600-700 അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് റൺ ലൈക്ക് എ ബാങ്ക്. ഓക്കെ, നമ്മൾ എന്ത് നോക്കുന്നു പറഞ്ഞാൽ ഒരു ആള് ഒരു മന്ത്ലി ഒരു നല്ലൊരു എമൗണ്ട് അതിനകത്തേക്ക് ബിസിനസ്സിലേക്ക് മാറ്റുമ്പോൾ അവർ 2 വർഷം കഴിഞ്ഞ് പ്ലാൻ ചെയ്യുമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു 3 കോടി രൂപ അല്ലെങ്കിൽ 4-5 crores നമുക്കത് വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ബിസിനസ്സിന് എടുത്ത് മാറ്റും. പക്ഷേ ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നെങ്കിലും ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷേ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള എടുക്കും. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം, ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അങ്ങനെ പല രീതിയിലും യൂസ്ഫുൾ ആണ് ബിസിനസ്മാന്. ഇപ്പം എല്ലാവരും അതെ, കേരളത്തിലുള്ള ബിസിനസ്മാൻ എല്ലാവരും KSFE മെമ്പറാണ് അല്ലേ, ഒരു ചിട്ടി എന്തായാലും ചേർന്നിട്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഒരു ക്രൈസിസോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ KSFE മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി KSIDC ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. KSIDC, KFC അങ്ങനെയുള്ള കോർപ്പറേഷൻസ് അവരെങ്ങനെ എത്രത്തോളം സപ്പോർട്ടിംഗ് ആണ്? ആക്ച്വലി എൻ്റെ ഇപ്പോൾ കണ്ണൂർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ 1 ഏക്കർ സ്ഥലം ഞാൻ പർച്ചേസ് ചെയ്തത് KSIDC തന്നെയാണ്. ഓക്കെ. അത് ആക്ച്വലി എനിക്ക് നല്ലൊരു റേറ്റിൽ കിട്ടി, ബിക്കോസ് ലീസ് അല്ലേ, ലോങ് ടേം ലീസ്, 30 years ലീസ്. പിന്നെ അത് ആഫ്റ്റർ 30 years അത് ചെറിയ എമൗണ്ട് അത് ചെയ്തോണ്ടിരിക്കാം. ഇപ്പൊ ലീസാണ് എല്ലായിടത്തും ലീസേ വരത്തുള്ളൂ. ഓക്കെ, അങ്ങനെ അത് കിട്ടി. പിന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഫണ്ട് അവർ തന്നു, നല്ല ഇൻട്രസ്റ്റ് റേറ്റിനകത്ത്, സബ്സിഡിക്കകത്ത്. സോ അതെല്ലാം വലിയൊരു ഓൺടർപ്രണർ വെച്ച് നോക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ്. അത് മാത്രമല്ല ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് സ്റ്റേറ്റിന് വേണ്ടി അഡ്വാൻറ്റേജ് ആണ്. നല്ലൊരു GST ആണെങ്കിലും അതെ, എംപ്ലോയ്മെന്റ് ആണെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ. ഇപ്പം പെയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മാനുഫാക്ചറിങ്. നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ആൻഡ് യു ടേക്ക് ഇറ്റ് ടു ദ ഡീലേഴ്സ്, അതായത് ഒരു സെയിൽ പോയിന്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കച്ചവടം ഉണ്ട്, അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ, അതായത് വിച്ച് വൺ ലൈക്ക് ഇവിടെ ബുദ്ധിമുട്ടായി തോന്നിയത് എന്താണ് ഐത്തേട്ടന്? വിൽക്കാനാണോ അതോ പ്രൊഡക്ഷനോ ഒക്കെ എളുപ്പമെന്ന് പറഞ്ഞു? ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പേയ്മെന്റ് സൈക്കിളാണ് ഇഷ്യൂ. ദാറ്റ് മീൻസ് പേയ്മെന്റ് സൈക്കിളിൽ നമ്മൾ സാധനം ഉണ്ടാക്കി നമ്മൾ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് കടയിൽ നിന്ന് മൂവ്മെന്റ് ആയി കഴിയുമ്പോഴത്തേനും പേയ്മെന്റ് കിട്ടാൻ ഒരുപാട് ഡിലേ വരുന്നുണ്ട് ആസ് കമ്പയർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അത് അന്നത്തെ കാലം ഇപ്പോഴാണ് ഇഷ്യൂ വരുന്നത്. അതെന്താണ് ഈ വലിയ പ്ലേയേഴ്സ് ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടാണ്? വലിയ പ്ലേയേഴ്സ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതുമാത്രമല്ല ഡ്യൂ ടു ഫിനാൻഷ്യൽ സ്ട്രെസ് ഇൻ ദ മാർക്കറ്റ് അതും ആയിരിക്കും കാരണങ്ങൾ. പിന്നെ കൺസപ്ഷൻ കുറച്ച് കുറവാണ് ഡ്യൂ ടു ഇപ്പോൾ ചെറിയ ഇക്കോണമി ചെറുതായിട്ടൊരു ഡോൾട്ടമിലാണല്ലോ, അങ്ങനെ ഒരു കൺസപ്ഷൻ മോഡൽ ഇഷ്യൂ ഉണ്ട്. എല്ലാം കൂടി ഒരു മിക്സ്ചറാണ്. അതുമാത്രമേ നമ്മൾ ഫേസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു സൈക്കിൾ ഇപ്പോൾ ദാറ്റ് മീൻസ് ഒരു 30 days അല്ലെങ്കിൽ 45 days എന്ന് പറയുന്നത് 60 days പോകുമ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് റൊട്ടേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഇഷ്യൂസ് എല്ലാവരും ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിപ്പം നോട്ട് ഓൺലി ഇൻ പെയിന്റ് ബിസിനസ്, എവറി ബിസിനസ് വി ആർ ഫേസിങ് ദ സെയിം തിങ്. നമ്മുടെ നാട് ഈ ബ്യൂറോക്രസി നോക്കുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക, ബ്രൈബിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം ബ്യൂറോക്രസീസും ലോക്കൽ ഗവൺമെന്റിന്റെ ലൈസൻസിങ് അതിലൊക്കെ ആക്ച്വലി ഹാപ്പി ആണോ? ഞാൻ വളരെ ഹാപ്പിയാണ്. ലിറ്ററലി പറയില്ലേ, ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഓർക്കില്ലേ ഞാൻ പ്രോ ഗവൺമെന്റ് ആയിട്ട് പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല. ലിറ്ററലി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 2-3 സ്ഥലത്ത് ഇപ്പം പ്ലാൻ ഉണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു എക്സ്പാൻഷൻ മോഡൽ ഇങ്ങനെ പാൻ ഇന്ത്യ ലെവലിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം കേരളത്തിനകത്ത് ബ്രൈബ് എന്ന് പറഞ്ഞ സാധനമില്ല. ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല ഒരു കാര്യം പോലും. ഈ ഇടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ വന്നിരുന്നു എൻ്റെ വേറൊരു കമ്പനിക്കകത്ത്. ഇപ്പം സെറ്റ് നമ്പർ ഓഫ് കമ്പനീസ് ഉണ്ട്. അതിനകത്തൊരു കമ്പനിക്കകത്ത് എനിക്ക് പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനി ആയിരുന്നു. അതിനകത്ത് കുറച്ച് ഇഷ്യൂ വന്നു. അതിനകത്ത് വലിയൊരു 16 lakh rupees ഒരു നമ്മളിപ്പം അക്കൗണ്ടബിലിറ്റിക്ക് ഒരു ഇഷ്യൂ വന്നപ്പോൾ 16 lakhs അവർ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അത് നോക്കി വന്നപ്പോഴത്തേനും അത് ജെനുവിൻ ആയിരുന്നു, അവർ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അതിനു വേണ്ടി നമ്മുടെ അക്കൗണ്ട്സും അവരുടെ ആ ടീമുകളും വന്നിട്ട് ഓഫീസിലും വന്നു. അവർ GSTക്കാർ അവർ നമ്മുടെ അക്കൗണ്ട്സിലെല്ലാം നോക്കി എല്ലാം ചെയ്തു. അവിടുത്തെ ട്രെൻഡ് രാജസ്ഥാനിലൊക്കെ നോർത്തിലെ ട്രെൻഡ് വിഷയം നമ്മൾ അവർ ഓഫർ ചെയ്യാൻ നോക്കി.
എനിക്ക് വേണം നോക്കും. പക്ഷെ അവർ നെവർ ബോതേർഡ് റിഗാർഡിങ് ദ തിങ്സ്. ഒരു രൂപ മേടിച്ചില്ല. ആൻഡ് കറക്റ്റ് തന്നെയാണ് കാര്യങ്ങൾ. യെസ്, കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. നമ്മൾ പല ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തു, അവരതിനെ അക്സെപ്റ്റ് ചെയ്തു. അതിനായാലും അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി, എല്ലാം സോൾവ് ആയി. ഐതറിന്റെ ബിസിനസ്സിൽ ഡെഫിനറ്റ്ലി ഒരു ബ്ലൂ കോളർ ടു വൈറ്റ് കോളേഴ്സ് എല്ലാവരെയും ഹയർ ചെയ്യുന്നുണ്ടല്ലോ. ഹൗ ഇസ് ദ ഹയറിംഗ് പ്രോസസ് ഇൻ കേരള? ഹയറിംഗ് പ്രോസസ്സിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ ആൾക്കാരെല്ലാവരും ആസാമീസ്, ബംഗാളീസ് അവരൊക്കെയാണ്. അവർ നല്ല പിള്ളേരാണ്, നല്ല ആൾക്കാരാണ്, ഇഷ്യൂ ഒന്നുമില്ല. അതെല്ലാം നമ്മൾ അവിടുത്തെ ആൾക്കാരാണ്. പിന്നെ ഇവിടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് എല്ലാം നമുക്ക് കേരളൈറ്റ്സ് തന്നെയായിരിക്കും. പിന്നെ ഓഫീസ് സ്റ്റാഫ് എന്ന് പറഞ്ഞപ്പം R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷനകത്ത് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി M.Tech പോളിമർ ടെക്നോളജി അങ്ങനെയൊക്കെ പഠിച്ച ആൾക്കാരായിരിക്കും. ബാക്കി ഉള്ള സ്റ്റാഫാണ് ഡിപ്പോയിലുള്ള സ്റ്റാഫ്. യൂണിയൻ പ്രശ്നം അങ്ങനത്തെ ഇഷ്യൂസ് ആണ്? ഇല്ല. നമുക്ക് ഈ അത് യൂണിയൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദിക്കാണ്, നിങ്ങൾക്ക് ഈ ലോഡിങ് ഇഷ്യൂസ് ഒക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ അവരുടെ സൈഡിൽ നിന്ന്? അൺലോഡിങ് ഇഷ്യൂസ് അല്ലേ? അൺലോഡിങ് ഇഷ്യൂ എന്ന് പറയുമ്പം ഇതും ഒരു വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ഇഫ് ഐ കമ്പയർ വിത്ത് രാജസ്ഥാൻ, ഇപ്പോൾ രാജസ്ഥാനിനകത്ത് ഒരു ചാക്ക്, ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസൈറ്റ് അല്ലെങ്കിൽ ഡോളോമൈറ്റ് നമ്മുടെ പൗഡേഴ്സ് അത് വരുന്നു. അങ്ങനെ ആകുമ്പം അത് വരുന്ന ട്രക്കിലായിരിക്കും വരുന്നത്. 20 ടൺ 30 ടണ്ണൊക്കെ ട്രക്കിലായിരിക്കും. ഇപ്പം അത് വരുമ്പം അവിടെ എർത്ത് കൂലി എന്ന് പറയുന്നത് ഒരു ചാക്കിന് 3 രൂപയാണ്. 3 രൂപ. ഇവിടെ വരുമ്പോൾ 12 രൂപ. ഓക്കെ, 4 ഇരട്ടിയാണ്. പക്ഷേ അത് ഒരു പ്രശ്നമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ ഫാക്ടറിയുടെ അടുത്താണ് ഇൻഡിഗോയുടെ ഫാക്ടറിയിൽ അവർക്ക് മോറുള്ള സെയിം ആയിരിക്കും. അന്നേരം ഞാൻ പറയുന്നത് വെച്ചാൽ അത് നല്ല കാര്യമാണ്. സോ ദാറ്റ് ഇപ്പം നമ്മുടെ ഇറക്കുകൂലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാരുണ്ട്, അവർക്ക് നല്ലൊരു എമൗണ്ട് ഗവൺമെന്റിന്റെ ക്ഷേമ രീതിയിൽ ഞങ്ങൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു കമ്പാരിസൺ, ഒരു ചാക്കിന്റെ അല്ലെങ്കിൽ ആ കമ്പാരിസൺ ചെയ്യാതെ ഇതിനെ ഗവൺമെന്റ് നല്ല ഓർഗനൈസ്ഡ് രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന രീതിയിൽ, അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ അത് നല്ലൊരു രീതിയിൽ അവർക്ക് ഇൻഷുറൻസും അവർക്ക് PF ESI എല്ലാം കൊടുക്കുന്നുണ്ട്. അത് അവിടുത്തെ കമ്പാരിസണിൽ അവർ 3 രൂപ കൊടുക്കുന്നത് അത് ഓപ്പൺ മാർക്കറ്റിൽ നിൽക്കുന്നു, നമ്മൾ ആൾക്കാരെ പിടിച്ചിട്ട് വരുന്നു, അവർ ഇറക്കുന്നു, അവർക്ക് കൂലി കൊടുക്കുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ പ്രൊഫഷണൽ വേയിലാണ്. അതിന് അവർക്ക് ഹാൻഡ്സം എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെറിയ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊന്ന് കുറച്ച് റെഗുലേറ്റ് ചെയ്യാനുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം നമ്മളൊരു ഇൻകം അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ ഒരു നമ്മൾ ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നു 7% 8% ഇയർലി കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഇൻക്രിമെൻഷൻ റേഷ്യോ ഇതിനകത്ത് എല്ലാ വർഷവും വെക്കണം. സോ ദാറ്റ് ഇറ്റ് ഷുഡ് ബി എല്ലാവർക്കും അവെയർ ആയിരിക്കണം. ഓൺടർപ്രനേഴ്സ്മാർക്ക് ഇതാണ് ഇവരുടെ ഒരു ബേസിക് ആയിട്ട് 7% 8% ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് ഇത് കൂടുന്നുള്ളത്. അതല്ലാതെ ഇതിപ്പം ചില സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് ഗവൺമെൻറ് അതിനകത്ത് റെഗുലേഷൻസ് വെച്ചിട്ടില്ല. ഇപ്പോൾ യൂണിയൻകാർ വന്നിട്ട് പറയും 30% കൂട്ടണം അല്ലെങ്കിൽ 50% കൂട്ടണം. അത് 2 വർഷം കൂടുമ്പോഴായിരിക്കും. പക്ഷേ അവർ പറയുന്നത് കറക്റ്റാണ്. 2 വർഷം കൂടുമ്പോഴത്തേനും അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ അവർ വരുമ്പോഴത്തേനും അവർക്ക് 30% കിട്ടണം. പക്ഷേ അപ്പോഴത്തേനും ഓൺടർപ്രനർക്കും ഇത് ഇത്രയും പണ്ട് 400 രൂപ ടണ്ണായിരുന്നു, ഇപ്പോൾ 550 രൂപ ടണ്ണാവുകയാണ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്? അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ബെറ്റർ ഒരു എമൗണ്ട് വെച്ചു, എല്ലാവർക്കും സെയിം ആയിട്ട് വെച്ചു, 400 rupees 500 rupees വാട്ട് എവർ. It should be same for Indigo Paints, Makeover Paints or any other company. Okay. And the gradual process of increasing the things. ഇൻക്രീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എല്ലാ വർഷങ്ങളും അത് ഫിക്സ് ആയിരിക്കണം. 10% 10% ഇപ്പം 8 പക്ഷെ അത് ഫിക്സ് ആവണം. അത് ഫിക്സ് ആവാത്ത സമയത്താണ് ഈ ലേബർ യൂണിയനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഇത് പക്ക ജെന്റിൽമാൻ ആൾക്കാരായിട്ട് ഒരേ ടീം തന്നെയാണ് എപ്പോഴും മിക്കവാറും വരുന്ന ഒരു ടീം തന്നെയാണ്. ഇപ്പോൾ കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സൗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരുന്ന ആൾക്കാരെല്ലാവരും ഏകദേശം ഒരു ടീം തന്നെയാണ് വരുന്നത്. 2-3 ട്രേഡ് യൂണിയൻ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. പക്ഷേ ഇവിടുത്തെ ഒരു യൂണിയൻ കൾച്ചറും ഇവിടുത്തെ ലേബർ ലോസും രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ജെന്യുവിനായിട്ട് നല്ല രീതിയിൽ ഇത് ഇവർക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യവും. ഇപ്പോൾ ഗവൺമെന്റ് ക്ഷേമ രീതിയിലാണ് പോകുന്നത്. അവർക്ക് എത്രയാണ് കിട്ടിയേക്കുന്ന അമൗണ്ട് അതിനനുസരിച്ച് വയ്ക്കുന്നു. അവർക്ക് ഇന്നാളൊരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾ ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, അതെല്ലാം. പക്ഷെ അവിടെ അങ്ങനത്തെ ഒന്നുമില്ല. അവിടെ ഇപ്പം നമ്മൾ പോകുന്നു ചോക്ടി എന്ന് പറയും. അവിടെ ചോക്ടിയിലായിരിക്കും അൺഓർഗനൈസ്ഡ് ലേബേഴ്സ് നിൽക്കുന്നത്. അവിടെ പോകുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നു പൗഡർ കാലിയാക്കണം എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാർ ഇന്ന് നമ്മളെ മുളയും കംപ്ലീറ്റ്. ഞാൻ 5 രൂപയ്ക്ക് വരാം, ഞാൻ 2 രൂപയ്ക്ക് വരാം, ഞാൻ 3 രൂപയ്ക്ക് വരാം. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ എമൗണ്ട് ആയിട്ട് പറയും. അതിനും ബാർഗെയിൻ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നു. ഇങ്ങനൊരു സിസ്റ്റം അവിടെയും കൊണ്ടുവന്നാൽ അവർക്ക് നല്ലതായിരിക്കും. ഓക്കെ, ബിസിനസ് സംബന്ധിച്ചിടത്തോളം
ബിസിനസ്സിന് പ്രശ്നമൊന്നുമില്ല. എപ്പോൾ വിളിച്ചാലും വരും. ഇവിടുത്തെ അവിടെയും പ്രശ്നമൊന്നുമില്ല. നമുക്ക് തന്നെ ഇവിടുത്തെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടുത്തെയും ഒരു ഈ യൂണിയൻ പോലെ തന്നെയാണല്ലോ ഈ പിരിവും കാര്യങ്ങളെല്ലാം ഓരോ പാർട്ടിയുടെ ഒരു പരിപാടിയും, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വലുതായിട്ട് ഫേസ് ചെയ്യാറുണ്ടോ? ഉണ്ട്, നമുക്ക് വരാറുണ്ട് പലപ്പോഴും. അതെ, ഈ ഓരോ അതിൻ്റെ പേരും പറഞ്ഞിട്ട് വരും. ചിലതൊക്കെ ജെന്യുവിനാണെന്ന് നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ. അങ്ങനെ ആകുമ്പോൾ നമ്മളത് 1-2 പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ കൊടുക്കത്തില്ല, സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറയും. പിന്നെ ചില ആൾക്കാർക്ക് നമുക്കറിയാം വർഷത്തിൽ 1 പ്രാവശ്യം വരത്തുള്ളൂ, 2 വർഷം കൂടുമ്പോൾ 1 പ്രാവശ്യം വരത്തുള്ളൂ. അത് ജെന്യുവൻ ആയിട്ടുള്ള കേസുകളായിരിക്കും. അവരങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ആ ജെന്യുവനായിട്ട് ചെയ്യുന്ന ആൾക്കാർ സൊസൈറ്റിക്ക് വേണ്ടിയും പല ചെയ്യുന്നുണ്ട് കണ്ടറിഞ്ഞിട്ട്. ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായി, അല്ലെങ്കിൽ പിന്നെ ഒരു റെയിൻഫോൾ കൂടുതലുണ്ടായി, അല്ലെങ്കിൽ പിന്നെ ഒരു അച്ഛനില്ലാത്ത 2 മക്കളുണ്ട്, അവർ പഠിപ്പിക്കണം. അങ്ങനത്തെ കേസിന് അവർ തന്നെ കൈയെടുത്തിട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെറിയ വീട് വെച്ച് കൊടുക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്, കുറച്ച് പേര് വേണമെന്ന് പറഞ്ഞു, അത് നമ്മൾ കൊടുക്കാറുണ്ട്. സോ ജെന്വിൻ ഓർ നോൺ ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. ബിസിനസ്സിൽ കൂടുതലും ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ക്രെഡിറ്റ് എന്തായാലും ഒരു ഇൻവോയ്സിന്റെ മേലാണല്ലോ, ഒരു അല്ലാതെ വേറെ പ്രോമിസറിയോ ചെക്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. സോ ഒരു പേഴ്സണൽ ട്രസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കോൺട്രവേഴ്സി ആണോ ഇല്ലെന്ന് ചോദിക്കും. മലയാളികളാണോ അവിടെ ഉള്ളവരാണോ കൂടുതൽ നല്ല ആൾക്കാർ? അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ബിസിനസ്മാൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ജെന്വിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. ഇപ്പം പലപ്പോഴും അത് നമ്മളും ടൈമിൽ കൊടുക്കാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് വരും. പക്ഷെ നമ്മൾ ജെന്വിൻ അല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രഞ്ച് കാരണം വരുന്ന ഇഷ്യൂസാണ്. അത് ചില സമയത്ത് അവിടെ ഉണ്ടാവാറുണ്ട്, ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പം നല്ല ക്ലയൻറ്റ് ആണെങ്കിലും അതേ ഇപ്പം ഒരു നമ്മൾ 8-10 വർഷം കൊണ്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾ ചില സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസിൽ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോമൺ കമ്പനി പോളിസിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല രണ്ടിടത്തും, കാരണം അവിടെയും ഇവിടെയും 2 കൈൻഡ് ഓഫ് കൾച്ചർ, 2 കൈൻഡ് ഓഫ് ആൾക്കാരല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? അതായത് ചേട്ടാ, ഇവിടെയുള്ള കൂടുതലും മലയാളി എംപ്ലോയീസ് ആണ് മാർക്കറ്റിങ്ങിലും എല്ലാം ഉള്ളത്. ഓക്കെ, സ്റ്റാഫ് അല്ലാത്ത സ്റ്റാഫ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഹിന്ദിക്കാരാണ് അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളിയാണ്. നേരെ ഇപ്പുറത്തെ സൈഡിൽ രാജസ്ഥാൻ പോവുകയാണെങ്കിൽ നേരെ തിരിച്ചാണല്ലോ, അവിടെ ഉള്ളവരാണല്ലോ കൂടുതൽ മാർക്കറ്റിംഗ്. അപ്പം ഒരു കോമൺ കമ്പനി പോളിസി വർക്ക്ഔട്ട് ചെയ്യാൻ അവിടുത്തെ കൾച്ചറൽ ഡിഫറൻസസ്, ഇവിടുത്തെ കൾച്ചറൽ ഡിഫറൻസസ്, അവരുടെ ആൾക്കാരുടെ ഒരു വർക്കിംഗ് സ്റ്റൈൽ, ഇവിടുത്തെ വർക്കിംഗ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണല്ലോ. ഹൗ ഡു ടാക്കിൾ ബോത്ത് ദാറ്റ്? അതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 18 വർഷം കഴിഞ്ഞു എനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടെ അത് രാജസ്ഥാൻ ഇസ് ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ്. അങ്ങനെ ആകുമ്പം അവിടെ ഇപ്പം ഒരാൾ ടൂറിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കസ്റ്റമറിൻ്റെ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പോയിന്റിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ആൾക്കാരെ വെച്ച് കൊടുക്കാൻ പറ്റും. ആ ഡിസ്ട്രിക്റ്റിനകത്ത് പൊട്ടൻഷ്യൽ കാണും. സോ അങ്ങനെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് അങ്ങനെയുള്ള ഡിഫറൻസേ ഉള്ളൂ, മനസ്സിലായല്ലോ. പക്ഷേ കമ്പനി പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതെ. ഇപ്പം ഏത് കമ്പനിക്കാണ്, ഇപ്പം പല കമ്പനിക്കും അവിടെ ഉണ്ട്, രാജസ്ഥാനിലും ഉണ്ട്. അവിടുത്തെ സർക്കംസ്റ്റാൻസസ് അവിടെ ഫേസ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ബിസിനസ് കൂടുതലും എന്താ പറയുക, പ്രൊമോട്ട് അയക്കുന്നത് വേർഡ് ഓഫ് മൗത്ത് ത്രൂ അല്ലേ? അത് നിങ്ങളെ ബ്രാൻഡിങ് ഒരിക്കലും ഏഷ്യൻ പെയിൻറ്റ്സോ മെർജറോ ചെയ്ത പോലത്തെ ബ്രാൻഡിങ്സ് നിങ്ങൾ ചെയ്ത് അത്രയും എക്സ്പെൻഡ് ചെയ്ത ബ്രാൻഡിങ് ചെയ്തില്ല, കൂടുതലും വേർഡ് ഓഫ് മൗത്ത് ത്രൂ ആണ് വന്നിട്ടുള്ളത്. അപ്പം അത് കമ്പയർ ടു കേരള, കമ്പയർ ടു രാജസ്ഥാൻ, കേരളത്തിലാണോ രാജസ്ഥാനിലാണോ കൂടുതലുണ്ടായിട്ടുള്ളത്? ഇവിടെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ ചെറിയ ആഡ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും അത് ടെലിവിഷൻ ആഡ്സ് വരാറുണ്ട്. ഇപ്പം റിപ്പോർട്ടർ അതോറിറ്റിയാണെങ്കിലും അതങ്ങനെ വരാറുണ്ട്, അങ്ങനെയും വരുന്നുണ്ട്. അതല്ലാതെ ഇപ്പം ക്വാളിറ്റി ബേസിനകത്ത് പല ആൾക്കാരും അതെ, ഇപ്പം ഡീലർമാർക്കോ അറിയാമല്ലോ, ഒരു അസോസിയേഷനൊക്കെ കാണും. അന്നേരം അവർ മൗത്ത് പബ്ലിസിറ്റി വെച്ചിട്ടും അങ്ങനെ വരാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ ആഡ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ മാർക്കറ്റിംഗ് 14 ഡിസ്ട്രിക്റ്റിൽ നമുക്ക് 14-15 പേരുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർ പോകുന്നു, സാമ്പിൾസ് കൊടുക്കുന്നു, അങ്ങനെ അത് അപ്രൂവൽ കിട്ടുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അവിടെ ഞങ്ങൾക്ക് ഇപ്പം കടയിൽ കൊടുക്കുന്നേക്കാളും കൂടുതൽ ഞങ്ങളുടെ സാധനം പോകുന്നതെല്ലാം ഗവൺമെന്റ് പ്രൊജക്ട്സിനകത്താണ്. ഓക്കെ, കടയിലും പോകുന്നുണ്ട്, പക്ഷെ ഗവൺമെന്റ് പ്രൊജക്ട്സ് ആണ് കൂടുതൽ ഞങ്ങളുടെ സാധനം എടുക്കുന്നത്. അങ്ങനെ ആകുമ്പം അത് ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾ കൊടുക്കുന്നുണ്ട്. അന്നേരം അവിടെ ട്രസ്റ്റ് ആണ് ബിൽഡ് ആയിട്ടുണ്ട്. അന്നേരം നമ്മുടെ സാധനം മാത്രമാണ് ഇപ്പോൾ ഗവൺമെന്റ് രാജസ്ഥാനിന്റെ ഏത് ബിൽഡിംഗ് ഉണ്ടാക്കിയാലും അത് മേക്ക് ഓവർ മാത്രമേ പോകുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു 8 വർഷമായി ചേട്ടാ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് 8 വർഷമായി. 8 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡ് വാല്യൂ ആണ് ഇവിടെ ഉള്ളത്. അവിടെ 18 വർഷമായി. 18 വർഷത്തെ ഒരു ബ്രാൻഡ് വാല്യൂ ഇവിടെ. അതിൽ തന്നെ ഏതാ
ലൈക്ക് ആ ഒരു ടൈം പീരീഡിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റി എവിടെയെന്നാണ് തോന്നിയിട്ടുള്ളത് കൂടുതലും? അത് സൗത്ത് തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ്. ബിക്കോസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പം രാജസ്ഥാനിലൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഏഷ്യൻ പെയിൻറ്റ്സ് ബർജനൊക്കെ ഇപ്പം വലിയ കമ്പനി ആകുമ്പം അവർക്ക് കുറച്ചുകൂടെ ആ രീതിയിൽ അവർ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യൻ ആണെങ്കിലും ബർജർ ആണെങ്കിലും അതെ, ആ കമ്പനിയുടെ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട് അതിനകത്ത്. പക്ഷേ ബട്ട് സ്റ്റിൽ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പം അതാരും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ല. പക്ഷേ ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിരിക്കണം, അത് മാത്രമുള്ളതാണ് ഡിഫറൻസ്. അല്ല ഒറ്റയടിക്ക് ഒരാൾ പറയാം പിന്നെ ഇപ്പം എൻ്റെ കമ്പനി ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, ഇത് ഈക്വൽ ടു ഏഷ്യൻ്റെ അൾട്ടിമ പ്രൊഡക്റ്റിൻ്റെ ഈക്വൽ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ പുതിയ ഹൈവേ വരുന്നുണ്ട്. ഇപ്പം ഏറ്റവും വലിയ സീപോർട്ട് നമുക്ക് വന്നു. ആൻഡ് എയർപോർട്ട് ആണെങ്കിൽ ഈ കൊച്ചു സംസ്ഥാനത്ത് തന്നെ നമുക്ക് 4 എയർപോർട്ടുണ്ട് മൊത്തം. അപ്പം ഒരു ലോജിസ്റ്റിക്സിൽ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് മാനുഫാക്ചറേഴ്സിന് കൂടുതലും നിങ്ങളുടെ റോ മെറ്റീരിയൽസ് വരാനായിട്ടാണെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും. അപ്പം ഡ്യൂസി കേരള ആസ് എ ഹബ്, ലൈക്ക് ഇനിയും മാനുഫാക്ചറിങ് പോസിബിൾ ആയിട്ടുള്ള ഇനിയും ഒരു വലിയൊരു ഗ്രോത്തിനുള്ള ഒരു പോസിബിലിറ്റി കേരളത്തിലുണ്ടെന്ന്. കൊച്ചു സംസ്ഥാനമാണ്, ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം തന്നെ ഈ ഫാക്ടറീസിനുള്ള സ്ഥലം ചിലപ്പോൾ കിട്ടിയെന്നില്ല. ബട്ട് സ്റ്റിൽ അതിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 1/5 കാടാണ്. ബാക്കി കുഞ്ഞു ദിവസം ഒരു 44 പുഴയുണ്ട് ഇതിനകത്തൂടെ. അപ്പം നമുക്ക് സ്ഥലം വളരെ കുറവാണ്, സ്ഥലത്തിന്റെ പരിമിതി വളരെ കുറവാണ്. സ്റ്റിൽ വി ഹാവ് ടു ഡു മാനുഫാക്ചറിങ്. കാരണം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് ഇന്നും ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ഉപ്പോട്ട് കർപ്പൂരം വരെ വാങ്ങുന്ന സ്വഭാവം നമുക്കുള്ളൂ എന്നാണ് മൊത്തത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. നമ്മളൊന്നും ഇവിടെ മാനുഫാക്ചറിങ് വളരെ കുറവാണ്. ബട്ട് നൗ ഗവൺമെന്റ് ഈസ് പ്രൊമോട്ടിങ് മാനുഫാക്ചറിങ്. അപ്പം അതിൽ ഐത്തേട്ടൻ എന്താണ് ഇതിന്റെ ഒരു കേരളത്തിന്റെ ഒരു മാനുഫാക്ചറിങ് സെഗ്മെന്റിനെ പറ്റി ഒരു ഐത്തേട്ടൻ്റെ ഒരു വിഷയം എന്താണ്? കേരളം വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നിയേക്കുന്നില്ലേ, ഇപ്പം ഇവിടെ ചെറിയ സംസ്ഥാനമാണെങ്കിൽ പൊതുവെ MSMEക്ക് നല്ല ചാൻസ് ഉണ്ട്. MSME ഇപ്പം ഗവൺമെന്റ് ആണെങ്കിലും അത് MSME പ്രൊമോട്ട് ചെയ്യുന്നത്, വലിയ ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്യുന്നത് അത് കുറവായിരിക്കും. ബിക്കോസ് ലാൻഡ് ഇഷ്യൂസ് തന്നെ കാരണം. പക്ഷേ MSMEs വരുമ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്ക് തന്നെ ഇപ്പോൾ പാലക്കാട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പ്രൊജക്റ്റാണ്. പിന്നെ അതല്ലാതെ ഇപ്പം നമ്മൾ ഗവൺമെൻറ് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷനോട് പറഞ്ഞിട്ടുണ്ട് 10 ഏക്കർ സ്ഥലത്തിൽ കൂടുതലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ പാർക്കായിട്ട് കൺവേർട്ട് ആക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ പല പള്ളികൾക്കും അല്ലെങ്കിൽ പിന്നെ പല ആൾക്കാരുടെ കയ്യിൽ വലിയ വലിയ പ്രോപ്പർട്ടിയിൽ ഏക്കർ കണക്കിനുള്ളത് അവർ വേണ്ടി കൺവേർട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഇൻഡസ്ട്രിയൽ പാർക്കായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പാർക്സ് കുറവാണ് ഇവിടെ. അതെ, അത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥലമില്ല. പക്ഷേ ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ഇത് പണ്ടേ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇൻഡിവിജ്വൽ ആൾക്കാരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ കയ്യിൽ സ്ഥലം കിടപ്പുണ്ട്. കാരണം കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ അപ്പോളോ, കളമശ്ശേരി അപ്പോളോ സ്ഥാനത്ത് ശരിക്കും BMW ആയിരുന്നു വരേണ്ടത്. അതാണ് ചെന്നൈയിലേക്ക് പോയത്, ഇവിടെ അപ്പോളോ വന്നപ്പം. പണ്ട് ഒരുപാട് കൊടി പിടിച്ച ആൾക്കാർ തന്നെയാണ് ഇന്ന് എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നത്, എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് എന്തായാലും എല്ലാ സൈഡിൽ നിന്നും വി ആർ ഗെറ്റിംഗ് ഇറ്റ് മാക്സിമം. അപ്പം അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ നാട്ടിലുണ്ടോ? മാർക്കറ്റിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ആൾക്കാർ ന്യൂ ജനറേഷൻ ആൾക്കാർ ഓൺടർപ്രണറായിട്ട് വരുന്നത് ഭയങ്കര കുറവാണ്. ബിക്കോസ് ഇവർ പഠിക്കുന്നു, വിദേശത്ത് പോകുന്നു. ഇത് വലിയൊരു പ്രശ്നമായിട്ട് വരും ഇൻ ഫ്യൂച്ചർ ആണെങ്കിലും. അതെ, ഇപ്പം ബിക്കോസ് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ആൾക്കാർ തരുമ്പോൾ ഇപ്പം എൻ്റെ കുടുംബത്ത് തന്നെ എത്ര പേരുണ്ട് ബിസിനസ്മാൻ ആയിട്ടെന്നുള്ളത്, ഓൺടർപ്രണർ ആയിട്ടാ. എൻ്റെ ഫാമിലി ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനുണ്ടായിരുന്നു, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പം എൻ്റെ ഫാമിലിയിലും മദറിൻ്റെ ഫാമിലി അല്ലെങ്കിൽ വൈഫിൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി, അവിടെ ആരുമില്ല. അത് വലിയൊരു പ്രശ്നമല്ലേ? ഇപ്പോൾ നമ്മൾ ഓൺലി ജോലി ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരാണോ? നമുക്ക് ഓൺടർപ്രണർ ആവാം, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാം, നമ്മളിത് ഒരു ലെഗസി ആയിട്ട് മുമ്പ് പിള്ളേർക്ക് കൊടുക്കാം. അതിലേക്ക് പോകുന്നതല്ല എപ്പോഴും നല്ലത്. പണ്ടത്തെ പോലെ ക്യാഷ് ഫ്ലോയും വരുന്നില്ല. പണ്ട് ഇവിടുന്ന് UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകുന്നവര് മാസം മാസം പൈസ ഇങ്ങോട്ട് അയക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതല്ല, അവിടെ തന്നെ സ്പെഷ്യൽ റെമിറ്റൻസ് ഇപ്പം കൂടിയിട്ടേ ഉള്ളൂ. ആസ് കമ്പയർ ടു പണ്ട് വരുന്നത് കുറച്ച് കൂടുതൽ. കേരള ആയിരുന്നു ഏറ്റവും കൂടുതൽ വലിയ സംസ്ഥാനം. പക്ഷെ ഇപ്പം അത് മഹാരാഷ്ട്രയായി മാറി. അതുള്ള ഡിഫറൻസ്. പക്ഷേ റെമിറ്റൻസ് ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷെ റെമിറ്റൻസിന്റെ ആ ഒരു എന്താ പറയണ്ടേ, അത് കുറയുന്നുണ്ട്. ആൾക്കാർ പോർഷൻ വെച്ച് നോക്കുമ്പോൾ കുറയുന്നുണ്ട്. അതെ അതെ, കാരണം ആൾക്കാർ പോയിട്ട് അവിടെ തന്നെ കൂടുതലും പറഞ്ഞ ശരിയാണ്. PG എടുക്കാനും UG എടുക്കാനും എല്ലാവരും ഇപ്പം UK ഇതും പോവാണ്. അത് മറ്റേ എന്തായിരുന്നു അബ്രോഡ് സ്റ്റഡീസ് തന്നെ ഏതാണ്ട് 14,000 ഇതുണ്ട് കമ്പനീസ് ഉണ്ട് കേരളത്തിൽ പറഞ്ഞുവിടാൻ വേണ്ടി മാത്രം. അതെ അതെ. ഇപ്പോൾ രാജസ്ഥാനിൽ നോക്കുമ്പോൾ രാജസ്ഥാനിലൊരു ഒരു മാർവാടിയിൽ ഒരു സിന്ധി ഫാമിലി, മാർവാടീസ്, അവരൊക്കെ ഭയങ്കര നല്ല ബിസിനസ്മാൻസ് ആണ്. അവരൊക്കെ എന്ന് വെച്ചാൽ അവരെ പിള്ളേർ ഒരിക്കലും വെളിവിടത്തില്ല.
അവരൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പയ്യെ ഇൻവോൾവ് ആക്കും. അത് കഴിഞ്ഞ് അതിനെ ഒരു പുതിയ രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ എല്ലാം ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവമില്ല. ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടില്ല എനിക്ക് എൻ്റെ മോനെ ഒരു മാനുഫാക്ചർ ആക്കണമെന്നോ ബിസിനസ് മാൻ ആക്കണമെന്നോ ഓൺട്രപ്രനർ ആക്കണമെന്നോ ആരും പറഞ്ഞു കേട്ടില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പിന്നെ മറ്റേ ഷാർക്ക് ടാങ്കിന്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ആൾക്കാർ അത് കണ്ടിട്ടും കുറച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് റെഡിറ്റിലും ട്വിറ്ററിലൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങനെ അതും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറവാണ്. പക്ഷേ കുറച്ച് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്രാവിറ്റി കുറവാണ് വരുന്നതിൻ്റെ. നമുക്കിവിടെ വലിയ സ്റ്റാർട്ടപ്സും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ സ്റ്റാർട്ടപ്സ് ഇല്ല ഇവിടെ ഉള്ളത്. ഒരു രീതിയിൽ ഒരു ലെവലായി കഴിഞ്ഞാൽ ദേ ആർ ടേക്കിംഗ് ഇറ്റ് ടു ബാംഗ്ലൂർ ഓർ പൂനെ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. കാരണം ഫണ്ടിങ് അവിടെയാണ് കുറച്ചുകൂടെ എളുപ്പം. ഇവിടെ കേരളത്തിൽ ഫണ്ടിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മാനുഫാക്ചറിങ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണോ? മാനുഫാക്ചറിങ് സെയിം തന്നെയാണ്. വേറെ ഇത്തരം ഇവിടെ പെയിന്റ് ലോക്കൽ വേറെ പ്ലേയേഴ്സ് ഉണ്ടോ ഇത്തരത്തിനല്ലാണ്ട്? അതെ, പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. ഓക്കെ. സി ആസ് കമ്പയർ ടു വേറെ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ പ്ലേയേഴ്സ് കുറവാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ ഓരോ സൈസ് അനുസരിച്ച് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പ്ലെയർ കുറവായിരിക്കും. പക്ഷേ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്. ഒരു 80-85 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ കേരള ഒരു 5-10 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? മാനുഫാക്ചറിങ് ആയിരിക്കുമോ കൂടുതൽ, അതേ ടൂറിസം ആയിരിക്കും, എങ്ങനെയായിരിക്കും കേരള? ബിക്കോസ് വി ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റിന്റെ സപ്പോർട്ട്? കാരണം അയത്തേട്ടൻ ഒരു 8 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നു. അപ്പം അയത്തേട്ടൻ അറിയാം ഇത് കഴിഞ്ഞ 8 വർഷം എങ്ങനെയാണ് കയറി വന്നതെന്ന് അറിയാം, അല്ലെങ്കിൽ താഴോട്ട് പോയെന്ന് അറിയാം, എല്ലാം അയത്തേട്ടൻ അറിയാം. അത് വെച്ചിട്ട് അയത്തേട്ടൻ്റെ അടുത്ത 5 വർഷം എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത് കാണുന്നത്? ഇതിനെ കുറച്ചുകൂടി അല്ലേ ഗവൺമെന്റ് ഇപ്പം ഇൻഡസ്ട്രിക്ക് അപ്രോച്ച് ചെയ്യുന്നു, അതൊക്കെയാണ്. പക്ഷേ അതിലും കൂടുതൽ ഇന്ന് ഞാൻ വായിക്കുമായിരുന്നു കനാൽ പ്രൊജക്റ്റ്. ഈ കൊച്ചിക്കകത്ത് തന്നെ ഒരുപാട് ലിങ്ക്സ് ഓഫ് കനാൽസ് ഉണ്ട്. ഇപ്പം വിയനയൊക്കെ എന്തിനാണ് പോകുന്നത് നമ്മൾ? അവിടുത്തെ ആ പഴയ കനാൽസും കാര്യങ്ങളും അതിൻ്റെ അടുത്തോടെ പോകുന്ന ആ ഒരു മാർക്കറ്റ്, ഫ്ലോറിഷിംഗ് മാർക്കറ്റ്, അതൊക്കെയാണല്ലോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ കേരളം വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഓപ്പർച്യൂണിറ്റീസ് തന്നെ ഓപ്പർച്യൂണിറ്റി. ഇടുക്കി നോക്ക്, പത്തനംതിട്ട നോക്ക്, ആലപ്പുഴ നോക്ക്. പക്ഷെ അതിനൊന്നും ഡെവലപ്പ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പം അത് തമിഴ്നാടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഊട്ടിയിൽ പോയി. നല്ല ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. പക്ഷെ അത്രമാത്രം ഡേർട്ടി പ്ലേസ്. അതിന് എന്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ട് അതിനെ നോക്കാം? ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്, അവിടെ ഫോറിനേഴ്സ് ഇഷ്ടംപോലെ കണ്ടു. പക്ഷേ ഭയങ്കര ഡേർട്ടി പ്ലേസ്. അതിനൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഓരോ കാര്യത്തിനും 3 വരെ എത്തിക്കാൻ പറ്റി. നമുക്ക് ക്ലീൻനെസ് കൊണ്ടുവരാൻ പറ്റില്ലേ? അതൊക്കെയാണ് ഇപ്പം ഈ കനാൽ പ്രൊജക്ട്സ് കംപ്ലീറ്റ് ലിങ്ക് ചെയ്തിട്ട് അവിടെ 4 വശത്തും മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒരു ടൂറിസം ഹബ്ബായില്ലേ? എന്തോരം ആൾക്കാർ വരും. ഇപ്പം നമ്മൾ ബോട്ട് ഈ ബോട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. എന്തൊരു ഫുട്ഫോൾ ഇൻക്രീസ് ആയത്. ബേസിക്കലി ട്രാവലിംഗ് അല്ലെങ്കിൽ പോലും അതെ എന്തോരം ആൾക്കാർ വന്ന് അതിന് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫസ്റ്റ് ടൈം ഇൻ എ വേൾഡ് ഇതുപോലത്തെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ടായിട്ട് അല്ലേ? അതെ അതെ, അതൊക്കെയാണ് ഡിഫറൻസ്. അതിലൊക്കെ നോക്കേണ്ടത്. ഓൺട്രപ്രണർഷിപ്പ് ഒരു വശത്ത് നടക്കും, അതിനുവേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ടൂറിസം ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി, ഹ്യൂജ്, സ്റ്റിൽ അൺടാപ്ഡ് മാർക്കറ്റ്, റിയലി അൺടാപ്ഡ്. ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് എന്തോരം കാര്യങ്ങൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണോ? ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടല്ല, ഗവൺമെന്റ് സപ്പോർട്ടാണ് ഏറ്റവും വലിയ കാര്യം. ഗവൺമെന്റ് അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ടൊരു പക്ക റോഡ് മാപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇപ്പം രാജസ്ഥാൻ ഗവൺമെന്റ് ഒക്കെ എന്നാ ഇപ്പം പിങ്ക് സിറ്റി തന്നെ എന്തൊരു നല്ല രീതിയിൽ അവർ കെയർ ടേക്ക് ചെയ്യുന്നത്, എന്തൊരു ടൂറിസ്റ്റ് അവിടെ പോകുന്നത്, ഹവാമേലൊക്കെ എത്ര നല്ലപോലെ വെച്ചേക്കുന്നവർ. ഇപ്പം ഡെസേർട്ടിനെ പോലും ടൂറിസമാക്കി മാറ്റിയിട്ട് അവിടെ പല പല രീതിയിലുള്ള റൈഡ്സും കാര്യങ്ങളും, അവിടെ ടെൻറ്റ് ഹൗസസ്, എന്തോരം ആൾക്കാർ അവിടെ പോയിന്ന്. അവിടെ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, അവിടെ ജയ്സൽമീറിലും അവിടെയൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ഒരു ടൂറിസം ഹബ്ബാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്റ്റിൽ അൺടാപ്ഡ്. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എനിക്ക് മനസ്സിലായത് ആയിട്ടേട്ടൻ പറയുന്നത് വെച്ചാൽ കേരളം ഇന്നും അൺടാപ്പ് ആയിട്ടുള്ള എന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനുള്ള പോസിബിലിറ്റീസ് ഉള്ള ടൂറിസം ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, സർവീസ് സെഗ്മെന്റ് ആയിക്കോട്ടെ, എവറിത്തിങ് എല്ലാത്തിനും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മളെന്നുള്ളത്. ആൻഡ് മേക്ക് ഷുവർ യു ഓൾ യൂസ് ദാറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.